കാശിന് കാശ് കയ്യിൽ കിട്ടിയെങ്കിലും വിളഞ്ഞ വിത്താണ് വർഗീസേട്ടൻ. എൻ്റെ ഇന്നസെൻ്റ് കളി വർഗീസേട്ടന് എത്രത്തോളം ബോധ്യപ്പെട്ടു എന്ന് എനിക്കും വലിയ പിടിയില്ല. ഇനി ഈ പറഞ്ഞതുപോലെ 8 അണയ്ക്ക് വാങ്ങിയിട്ടുള്ള മിഠായി ഒന്നും ഞാൻ ആർക്കും വിളമ്പിയില്ല. കാരണം ഏതെങ്കിലും മഹാഭാവി പോയി അതിനി ആരോടെങ്കിലും പറഞ്ഞ് അതിനൊരു പ്രശ്നമാവണ്ട എന്ന് കരുതിയാണ് അത് വിളമ്പാതിരുന്നത്. അതുകൊണ്ട് ഞാൻ കരുതലോടെ കാത്തിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പോയി ടെലിഗ്രാം അടിക്കാൻ അറിയോ? ഇല്ല, അറിയില്ല. പോസ്റ്റ് ഓഫീസ് അറിയോ? അതറിയാം. അവിടെ ടെലിഗ്രാം എന്ന് എഴുതിയൊരു സ്ഥലം കാണും. അവിടെ പോയി ഈ ഫോറും ഈ പൈസയും കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ. ആ തന്നോളൂ. ഏയ് കുട്ടി, ബാക്കി പണം രസീത് അവിടെ നിൽക്കുന്നേ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. രസീത് എവിടെ? ബാക്കി പണം എവിടെ? രണ്ടിൻ്റെയും കാര്യം വർഗീസേട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. ഫോറം കൊടുത്തു, പണവും കൊടുത്തു. രണ്ടും അവർ വാങ്ങി. ഫോറത്തി സീല് കുത്തി ഞാനിങ്ങി പോന്നു. റുപ്യ 1.5 ഇടണം. ബാക്കി രസീത് വേറെ. വാ. രസീതും ബാക്കി പണവും എടുക്കുമ്പോഴേക്കും ഇയാൾ പോയി കഴിഞ്ഞു. ഞാൻ പുറകിൽ നിന്ന് വിളിച്ചു, കേൾക്കണ്ടേ? ഈ കണക്കിന് നീ എങ്ങനെ ജീവിച്ചു പോടോ ഈ ലോകത്തില്? പോളേട്ടന്റെ കടയിലെ 8 അണയുടെ കാര്യത്തിൽ ഞാൻ അവനെ മുഴുവനായി വിശ്വസിച്ചിരുന്നില്ല. ഒരു വഴക്കും തർക്കവും വേണ്ടാന്ന് കരുതി അയാൾ പിന്നെ 8 അണ എടുത്ത് തന്നതാകാലോ. പക്ഷേ പോസ്റ്റ് ഓഫീസിലെ സംഭവത്തോടു കൂടി എനിക്ക് അവനെ പൂർണ്ണ ബോധ്യമായി. ഒരുമാതിരി കള്ളന്മാരെയൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവും. മിലിറ്ററിയിൽ അതിന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. അല്ല, അതിന് നിനക്ക് അവിടെ മെസ്സിലെങ്ങാണ്ടും അല്ലേ പണി? അത് ഈ അല്ല, മെസ്സിലായാലും ആർമറിയിലായാലും ലാൻഡ്രിയിലായാലും ട്രെയിനിങ് കമ്പൽസറിയാ. ശത്രുക്കൾ ഇന്നിടത്തു കൂടിയേ നുഴഞ്ഞു വരുമെന്നൊന്നുമില്ലല്ലോ. അത് വീടല്ലേപ്പാ. നമ്മുടെ ഇന്നസെന്റ് ഒരു മഹാപാവാണ്. പഠിത്തത്തിൽ മണ്ടനാണെങ്കിലും മനസ്സിന്റെ നേരുകൊണ്ട് അവൻ എങ്ങനെ രക്ഷപ്പെട്ടുള്ളൂ. അവനെ കുറിച്ച് ആരും നല്ലത് പറയാറില്ല. പക്ഷേ വല്ലാണ്ടിരുന്ന ആരെങ്കിലും അങ്ങനെ പറയുമ്പോ ഉള്ളിലൊരാളലാണ്. ആശിപ്പിച്ചു മോഹിപ്പിച്ചിട്ട് മണൽ കൊട്ടാരം ഇടിഞ്ഞു വീഴാൻ ഇത്തിരി നേരം മതി എന്റെ വർഗീസേ. ഇപ്പം ഇത് നിങ്ങൾ കണ്ടുല്ലോ. നമ്മുടെ കാരണന്മാർ പറയാറുണ്ട്, നമ്മുടെ കൂട്ടുകാർ പറയാറുണ്ട്, കക്കാൻ പഠിച്ചാൽ പോരാ നിൽക്കാൻ പഠിക്കണം. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതായത് ഒരു ചെറിയ കളവ് നടത്തി, കളവ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ഇപ്പോൾ കണ്ട ആ വിഷ്വലിനകത്ത് ഞാൻ പല കൂട്ടുകാരിൽ നിന്നും മിഠായി വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്കും മനസ്സിനകത്ത് തോന്നി അവർക്കും എൻ്റെ വക മിഠായി വാങ്ങി കൊടുക്കണം. അതിനു വേണ്ടി ചെയ്ത ഒരു ചെറിയ സംഭവമാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കള്ളനായി എന്ന് എന്നെ കൊണ്ട് മിഠായി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ച ആൾക്ക് തോന്നിയോ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വേറൊരു കളവ് ചെയ്തത്. അതും നിങ്ങൾ കണ്ടു. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയേണ്ടത്, പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ പണ്ട് വീടിൻ്റെ അകത്ത് തന്നെ അലമാരിക്കകത്ത് കാശിരിപ്പുണ്ടെങ്കിൽ, ഒരു 5 നോട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആ 5 നോട്ട് എടുത്ത് പോക്കറ്റിൽ ഞാൻ വെക്കില്ല. അതെടുത്ത് അവിടുന്ന് കുറച്ച് നീക്കി വെച്ച് അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഒരു പുസ്തകം വല്ലതും വെക്കും. അങ്ങനെ വല്ല മീനോ വല്ലതൊക്കെ വാങ്ങാൻ നേരത്ത് ആ പൈസ കാണില്ല അവിടെ. അങ്ങനെ കാണാണ്ടായി കഴിഞ്ഞിട്ട്
കുറേ നേരം തപ്പി ഇനിയിപ്പോൾ അവിടെ വെച്ചില്ലായിരിക്കുമോ എന്ന് അമ്മയ്ക്ക് സംശയമൊക്കെ തോന്നും. അതോ ഇനിയിപ്പോൾ എന്താ എൻ്റെ ഓർമ്മ പെശകാണോ എന്നൊക്കെ തോന്നി അത് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പുസ്തകത്തിൻ്റെ അടിയിൽ നിന്ന് ഈ കാശെടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യും. എന്തായാലും നമുക്ക് എൻ്റെ ചേട്ടൻ സ്റ്റാൻസിലാവോസ്, അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, കാരണം അദ്ദേഹത്തിന് എൻ്റെ പല കാര്യങ്ങളും ഞാൻ ചെറിയൊരു വില്ലനാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ച അയാളാണ്. അപ്പോൾ അയാൾ ഒരു ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു 10 നോട്ട് കാണാതായി. 10 നോട്ട് കാണാതായി കഴിഞ്ഞപ്പോൾ കുറേ നേരമായി തപ്പണം. കാരണം ഇന്ന് 10 രൂപ ഒന്നും അല്ലെങ്കിലും അന്ന് 10 രൂപ വലിയ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന കാശാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം നോക്കി കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, അതെ അമ്മേ, നമ്മളിനി അത് നോക്കണ്ട, അത് ഇന്നസെൻറ്റിനോട് പറഞ്ഞാൽ മതി, അവനത് എവിടെന്നെങ്കിലും നോക്കി എടുത്തു തരും, അവനാവുമ്പോൾ അതറിയാം എന്നൊക്കെ പറഞ്ഞ് അവന് നല്ല മിടുക്കനാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് ഒരു പ്രാവശ്യം ഇതെല്ലാം നോക്കി എടുത്ത് ഞാൻ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അവൻ വളരെ മിടുക്കൻ തന്നെ, അല്ലെങ്കിൽ അവനിത് അവിടെ എവിടെയെങ്ങാണ്ട് ഇരിക്കത്രേ, അവൻ അത് എടുത്തു തന്നു എന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ എൻ്റെ മുഖത്ത് ഒരു കള്ള പുഞ്ചിരി പാസ്സാക്കി. അതിൽ നിന്ന് എനിക്കും ചേട്ടനൊരു കാര്യം മനസ്സിലായി, അതായത് നീ അത് മാറ്റി വെച്ചതാണെന്നുള്ളതാണ് ചേട്ടന് മനസ്സിലായത്. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്യാറുള്ളതല്ലേ.